ഇച്ചായൻ അവരെ അങ്ങനെ കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷെ അവർക്ക് ചുണ്ടുകൾ വിതുമ്പി. വാ മോളെ. മമ്മി എത്ര ദിവസമായി കണ്ടിട്ട്. നീരജയെ ചുറ്റിപ്പിടിച്ചു, കവിളിൽ ചുംബിച്ചു. വല്യമ്മച്ചി ദീർഘമായി നിശ്വസിച്ചു. എല്ലാവരോടും ഇങ്ങനെയാവും. മുംബൈയിലൊക്കെ വളർന്ന കൊച്ചല്ലേ, നമ്മുടെ നാടിൻ്റെ രീതികൾ അറിയില്ലായിരിക്കും. മമ്മ, ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാ. നിഷയുടെ കണ്ണുകൾ സ്റ്റെപ്പുകൾ കയറി വരുന്നവളിലൂടെ ഓടി നടന്നു. നേവി ബ്ലൂ ജീനും ഫുൾ സ്ലീവ് ടീഷർട്ടുമാണ് വേഷം. നല്ല മോഡേണായ പെൺകുട്ടി. നെറ്റിയിൽ ഒരു പൊട്ടോ കണ്ണിൽ കൺമഷിയോ പടർന്നിട്ടില്ല. ചുണ്ടിൽ ലൈറ്റ് പിങ്ക് ലിപ്സ്റ്റിക്ക് മാത്രം. ലെയർ കട്ട് ചെയ്ത ഗോൾഡൻ മുടി, അതാണ് അവരുടെ സൗന്ദര്യം. കണ്ണുനീർ കാഴ്ചയും മറയ്ക്കുന്നു. എൻ്റെ ആവശ്യം എന്താ ഇവിടെ? പോകാം. ഇതാണോ ഡെന്നി? വല്യമ്മച്ചി. ഹാ അതെ അരുണ. കർത്താവേ, ഇനി എന്നെയും ഞെക്കിക്കൊല്ലൂ. ത്രേസ്യാമ്മ ഗൗരവത്തിൽ നിന്നു. അരുണ ചിരിച്ചു. സൂസനെയും നാൻസിയെയും ജാസ്മിനെയും ശ്രദ്ധിച്ചതേയില്ല. മോളെ, ജ്യൂസ് കുടിക്ക്, നല്ല യാത്രാക്ഷീണം കാണും. ഹായ് മേരിക്കുട്ടിയമ്മ അല്ലേ? അതെ. മോൾക്ക് എന്നെ എങ്ങനെ അറിയാം? അതേ, ആ ചെക്കൻ പറഞ്ഞ് ഇവിടെ ഉള്ള എല്ലാവരെയും എനിക്കറിയാം. മറിയാമ്മച്ചി എവിടെ? കിച്ചണിലാണോ? അപ്പം ശരി, എനിക്കൊന്ന് കിടക്കണം. ഡെന്നി, നിന്റെ റൂം എവിടെയാ? എൻ്റെ കൊച്ചെവിടെ? ഭാഗ്യം, അരുണ വന്നത് അറിഞ്ഞിട്ടില്ല. ഇല്ലേൽ പെണ്ണിന് എൻ്റെ വട്ടു പകർന്നേനെ. നീ വാ, ഒരു റൂം സെറ്റാക്കിയിട്ടുണ്ട്. അവർ രണ്ടും പോയതും സങ്കടത്തോടെ വല്യമ്മച്ചി എഴുന്നേറ്റു. തളർച്ചയോടെ കാലും മടങ്ങി. അയ്യോ അമ്മച്ചി, എന്താ? പിടിക്കണ്ട നീരജെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി, അരുണ നല്ല കുട്ടിയാ. എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. അങ്ങനെ കരുതിയാൽ മതി. കരുതാം. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ കണ്ണ് നിറഞ്ഞാൽ മറ്റൊരു ത്രേസ്യാമ്മയെ എല്ലാവരും കാണും. ചേട്ടത്തി, ആ കുട്ടി ഡെന്നിയോട് കാണിക്കുന്ന അടുപ്പം അതെന്തോ പോലെ. നിഷ കൊച്ച് പാവമാണ്. എൻ്റെ മേരി, അവർ നല്ല ഫ്രണ്ട്സാണ്. അതിൽ കവിഞ്ഞ് ഒന്നുമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം മനസ്സിലാകും. നിഷമോളോട് ഞാൻ സംസാരിച്ചോളാം. ഡെന്നി, ഇതാണോ നിന്റെ റൂം? എന്താ, ഇഷ്ടമായോ? ഹാ കൊള്ളാം, പക്ഷേ ഭയങ്കര ചൂട്. AC ഓൺ ചെയ്. അവൾ ബെഡിലേക്ക് മറിഞ്ഞു. ഡെന്നി ചിരിയോടെ റൂമിൻ്റെ സൈഡിലായുള്ള സെറ്റിയിലിരുന്നു. എൻ്റെ പൊന്നു ചെക്ക, ഈ ഫാൻ സത്യം എനിക്ക് പറ്റില്ല. AC ഇല്ലേടാ? ഇല്ല. യോ, പിന്നെ എങ്ങനെയാ? ഹോ, വല്ലാത്ത കുതിക്കിലാണല്ലോ ഡെന്നി നീ എന്നെ തള്ളിയിട്ടത്. ഇവിടെ പറ്റില്ലേ ഒരു ഫ്ലാറ്റ് നോക്കാം. വേണ്ട, നിനക്ക് വേണ്ടി എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. ആരുമില്ലല്ലോ, ശബ്ദമുണ്ടാക്കാതെ പോകാം. ഇച്ചായൻ്റെ റൂമിലാണോ അവരുള്ളത് എന്നറിയണം. മോളിത് എവിടെ പോവാ? കയ്യിലിരുന്ന ചൂലിൽ പിടിമുറുക്കി. അടിച്ചു വാരാനാ മേരിയമ്മേ? പാവം, അതിൻ്റെ വേദന ആരോട് പറയാൻ. ഡെന്നിയുടെ റൂമിനകത്ത് ഉറക്കെ ചിരിയും സംസാരവും കേൾക്കുന്നുണ്ട്. ഒന്നും ചെയ്യാത്ത ഹരിയേട്ടനെയും എന്നെയും സംശയിച്ചു. ഒരു റൂമിലിരുന്ന് വാതിലടച്ച് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ആവശ്യം എന്താ? ഉമ്മ വയ്ക്കാനെന്നും പറഞ്ഞു വാ. അപ്പോഴാ നിഷയുടെ തനി നിറം കാണുന്നത്. അവൾ ചൂല് നിലത്തേക്ക് എറിഞ്ഞു. അതിൽ ആഞ്ഞു ചവിട്ടി. ഡെന്നിച്ച, നീ എൻ്റെ പുറകെ വരും. തോറ്റു തരാൻ നിഷാനിക്ക് വയ്യ. ഇതിന് പകരം വീട്ടു ഞാൻ. ദേഷ്യത്തോടെ ചവിട്ടിത്തുള്ളി താഴേക്ക് ഇറങ്ങി. എൻ്റെ പൊന്നു കൊച്ചേ, അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. നീ ഇങ്ങനെ 10 പ്രാവശ്യം സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്താൽ വീടിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. ദേ ത്രേസ്യാമോ, കളിയാക്കി ചിരിക്കണ്ട. ഞാൻ മിണ്ടില്ല. എങ്ങോട്ടേലും പോവുക. വിഷമം കാണും, പതിയെ മാറും. ഡെന്നി നിൻ്റെയാ. അങ്ങനെ ഒരു തീം കൂടുതൽ നാൾ ഇവിടെ നിൽക്കില്ല, വാഴിക്കില്ല. പിന്നെ ഈ വരവിൻ്റെ ലക്ഷ്യം എന്താണ് എന്നറിയട്ടെ. അതുവരെ ത്രേസ്യാമ്മ കണ്ണ് മൂടി കെട്ടിയിരിക്കും. ചെക്കനും ആ പെങ്കൊച്ചും വന്നില്ലേ മേരിക്കുട്ടി? ലഞ്ച് കഴിക്കാൻ ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ വല്യമ്മച്ചി ചോദിച്ചു. ഇല്ല മച്ചി. എന്നാ പോയി വിളിച്ചിട്ട് വാ. സൂസനും നാൻസിയും ജാസ്മിനും ഓരോ ചെയർ വലിച്ചിട്ടിരുന്നു. നിഷ ഫുഡെല്ലാം ടേബിളിൽ നിരത്തി. കൊച്ചേ, നീ ഇരിക്കുന്നില്ലേ? എൻ്റെ അമ്മച്ചി, അതല്ലേ രസം. മോള് നേരത്തെ കഴിച്ചു, ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞു. അവൾക്ക് അങ്ങനെ വിഷമവും ടെൻഷനും വരുമ്പോൾ ആദ്യം വിശപ്പാ. അത് അറിയാവുന്നത് എനിക്കും അച്ചായനും മേരിക്കും മാത്രമാണ്. പെണ്ണ് കണ്ണ് ചിമ്മി അടയ്ക്കുന്നുണ്ട്. ചുമ്മാ ചുണ്ടിൽ നനുത്ത പുഞ്ചിരി മാത്രം. ഡോറ് ലോക്കല്ല, പക്ഷേ ചേർത്ത് അടച്ചിട്ടുണ്ട്. മോനെ,
കയറി വരൂ എൻ്റെ മേരി കൊച്ചേ, അരുണ പറഞ്ഞു. വല്യമ്മച്ചി വിളിക്കുന്നുണ്ട് മക്കളെ. എന്തിനാ, ഫുഡ് തട്ടാനാണോ? എന്താ വിശപ്പ്? നല്ല നോൺ വെജിൻ്റെ മണം കിട്ടിയപ്പോഴേ താഴേക്ക് വരണം എന്ന് കരുതിയതാ. പക്ഷേ ഈ ചെക്കൻ്റെ വിശേഷങ്ങൾ കേട്ടിരുന്ന് അതങ്ങ് മറന്നു. നീ എന്താലോചിച്ചിരിക്കുവാ? വാടാ ചെക്ക. ഞാൻ വരാം, നീ ചെല്ല്. ഏയ് അത് പറ്റില്ല, വാ. എത്ര ദിവസമായി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട്. അരുണ ഓടി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൾ കലപില സംസാരിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഇതിപ്പോൾ കണ്ടാൽ ഞാൻ ചോദിച്ച ചോദ്യം തിരികെ അമ്പ് പോലെ തൊടുത്തു വിടും. അവൾ മുറുകെ പിടിച്ചിരിക്കുന്ന തൻ്റെ കയ്യെ അവൻ പിന്നിലേക്ക് വലിച്ചു. ചുമ്മാ വാടെന്നി. കൈയുടെ മുറുക്കം കൂടിയതല്ലാതെ അയഞ്ഞില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അടുത്തടുത്ത ചേറിലായി രണ്ടുപേരും ഇരുന്നു. അവൻ്റെ കണ്ണും മനസ്സും അവൾക്കായി അലഞ്ഞു. രാവിലെ കോഫി തന്നപ്പോൾ കണ്ടതാ, പിന്നെ ഇതേവരെ മുന്നിലേക്ക് വന്നിട്ടില്ല. എന്താ പറ്റിയേ? ഇനി അരുണേ, അമ്മ, ആനി, നീ കഴിക്കിടനി. പ്ലേറ്റിലേക്ക് വിളമ്പിയ ചോറും കറികളും അരുണ ആസ്വദിച്ച് കഴിക്കുവാണ്. പക്ഷെ അവന് തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരു പിടി വറ്റുപോലും ഇറങ്ങുന്നില്ല. എന്താടാ കഴിക്കാത്തെ? നല്ല കറികൾ. ഞാൻ ഇതേവരെ ഇത്രയും രുചിയുള്ള ഫുഡ് കഴിച്ചിട്ടില്ല. മോൾക്ക് ചിക്കൻ ഇനിയും വേണോ? പിന്നെ വേണ്ടേ, ഇങ്ങടുത്ത് വന്നേ മറിയാമ്മച്ചി. വേണ്ട കുഞ്ഞെ, ഞാനിവിടെ നിൽക്കാം. ചിലർക്ക് എന്നെ കണ്ടാലേ കലി ഇളകും. പ്ലീസ് വരൂന്നേ. ത്രേസ്യാമ്മ ചെല്ലാൻ കണ്ണ് കാട്ടി. എന്താ കുഞ്ഞെ? ഓ, തള്ള തുടങ്ങി. ഒന്ന് പതിയെ സംസാരിക്ക്. ഞങ്ങൾ പൊട്ടന്മാരല്ല. സൂപ്പർ ഫുഡ്. ഇത്രയും നല്ല ആഹാരം തന്ന അമ്മയ്ക്ക് ഞാനിപ്പോൾ എന്താ തരിക? വിരലിൽ കിടന്ന ഒരു മോതിരം ഊരി. ഇതിവിടെ കിടക്കട്ടെ. അയ്യോ വേണ്ട കുഞ്ഞെ, അത് പറ്റില്ല. എൻ്റെ സ്നേഹ സമ്മാനം സ്വീകരിക്കണം. എന്തിനാ അമ്മ കരയുന്നേ? ഇഷ്ടപ്പെട്ടില്ലേ? സന്തോഷം കൊണ്ടാ മോളെ. നല്ല ഫുഡ് കഴിക്കാത്തത് കൊണ്ടാ. ഇതിലും നന്നായിട്ട് ഞാനുണ്ടാക്കും, സൂസൻ പറഞ്ഞു. ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ രണ്ടിലും വ്യത്യാസമുണ്ട്. മറിയാമ്മ പാകം ചെയ്യുന്ന ആഹാരത്തിൽ സ്നേഹവും വാത്സല്യവും ചേർക്കുന്നു. നിങ്ങൾ ഉള്ളിലെ വിഷവും. അപ്പോൾ ടേസ്റ്റ് മാറും. എടി സൂക്ഷിച്ച്, ഇല്ലേൽ എൻ്റെ വിധം മാറും. നാട്ടിൻ പുറത്തുകാരി സൂസൻ അല്ല ഞാൻ. അമ്മച്ചി എന്താ ഒന്നും മിണ്ടാത്തേ? ഇന്ന് കയറി വന്നവൾ എന്നെ ഭരിക്കുവാ, കേട്ട് രസിക്കുവാണോ? ഞാൻ എന്ത് പറയാനാ മോളെ? ആ കൊച്ച് മര്യാദയ്ക്ക് ഇരിക്കുമായിരുന്നു. അടുക്കളയുടെ 7 അയലത്ത് പോലും പോകാത്ത നിനക്ക് എന്തേലും ആഹാരം ഉണ്ടാക്കാൻ അറിയൂ? അങ്ങനെ ഉള്ളവൾ വായും വെച്ച് മിണ്ടാതെ ഇരിക്കണം. ത്രേസ്യാമ്മ കൈ കഴുകാൻ പോയി. മറിയാമ്മച്ചി, ആ ലെഗ് പീസിങ് തന്നെ. ഇവൾ വെറും പെണ്ണല്ല, വ്യക്തമായി എല്ലാവരെയും പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ കൊച്ചിൻ്റെ അടുത്ത് എങ്ങനെയാവും? തോറ്റുപോവോ എൻ്റെ നിഷ? ഓരോന്ന് വന്ന് കയറിക്കോളും. എന്നെ അപമാനിച്ചതിന് പകരം വീട്ടും ഞാൻ. പകരം വീട്ടുമ്പോൾ എതിരെ നിൽക്കുന്നത് അരുണയാണ് എന്ന് മറക്കരുത്. സൂക്ഷിച്ച് കളിക്കണം, ഇല്ലേൽ വീഴും. അല്ല ആൻറ്റി, നമ്മൾ രണ്ടും കാല് പിടിക്കും പോലെ പറഞ്ഞിട്ടും നീട്ടി വളർത്തിയ താടിയെ തൊട്ടുപോലും നോവിക്കാത്തവൻ ഇവിടെ വന്ന പാടെ എന്തു പറ്റി? വല്യമ്മച്ചി ഡെന്നിയെ വിരട്ടി കാണും അല്ലേ? ഇല്ല കൊച്ചേ, ചെക്കൻ്റെ മനസ്സിൽ എന്തോ തടഞ്ഞു. ഫ്രണ്ട് എന്നല്ലേ പറഞ്ഞത്? ചോദിച്ച് മനസ്സിലാക്ക്. നിഷ കിച്ചൺ ചുവരിൽ ചാരി നിന്ന് പുറത്തെ സംസാരം കേൾക്കുന്നുണ്ട്. നീ കഴിക്കാതെ ആരെയാടാ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. നിഷമോള് നേരത്തെ കഴിച്ചില്ലേ ചേട്ടത്തി? അപ്പോൾ നമുക്കിരിക്കാം. അതാരാ നിഷ? ഇങ്ങനെ ഒരാളെപ്പറ്റി നീ പറഞ്ഞിട്ടില്ലല്ലോ ഡെന്നി. അടുക്കള വേലയ്ക്ക് നിൽക്കുന്നതാണോ? റൂമിൻ്റെ വാതിൽക്കൽ എത്തിയ വല്യമ്മച്ചി അറിയാതെ നിന്നു. അവൻ്റെ ശരീരത്തിലൂടെ ഒരു പെരുപ്പ് കടന്നു പോയതുപോലെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. നിഷ, എൻ്റെ കൊച്ചുമോളാ നിഷാനി. ഓ അത് ശരി. പുള്ളിക്കാരി എവിടെ? പുറത്തേക്ക് വരില്ലേ? അതെന്താ ഡെന്നി, നീ ആ ഒരാളുടെ കാര്യം മാത്രം പറയാത്തെ? വിട്ടുപോയതാണോ? എടാ കൊച്ചനെ, പറയുമ്പോൾ എല്ലാം പറയണം. ഇല്ലേൽ ഇതുപോലെ വീട്ടുകാരി വേലക്കാരിയാവും. മൂർച്ചയുള്ള വാക്കുകൾ. വലിയ ശബ്ദത്തിൽ ഡോർ അടഞ്ഞു. ഡെന്നി ആരെയും ശ്രദ്ധിക്കാതെ സ്റ്റെപ്പുകൾ ഓടിക്കയറി. ആനി കേട്ടിട്ടുണ്ടാവും, മുന്നേ പറയേണ്ടതായിരുന്നു. പക്ഷേ അവൻ ചുവരിൽ ആഞ്ഞിടിച്ചു. മുകളിലെ റൂമിൽ എന്തൊക്കെയോ വീണുടയുന്നു. തുടങ്ങിയല്ലോ ആൻറ്റി, ചെക്കന് വട്ടിളകി. ഈ സൂക്കേട് മാത്രം മാറുന്നില്ലല്ലോ. എന്തായാലും പോയി നോക്കാം. ഒരടി ഉറപ്പാ. തെറ്റ് എൻ്റെ പക്ഷത്താണിൽ 2 കൈ നീട്ടി വാങ്ങാം.
റൂം മൊത്തം ഇളക്കി മറിച്ചിട്ടിരിക്കുന്നു. ഡെന്നി, എന്താടാ, എന്തു പറ്റി? അരുണയിൽ പേടി നേളിച്ചു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരാൻ മാത്രം എന്താടാ സംഭവിച്ചേ? അവൾ വേലക്കാരിയല്ല. വല്യമ്മച്ചി പറഞ്ഞല്ലോ കൊച്ചുമോളാണെന്ന്. ആയിരിക്കാം, പക്ഷേ നിഷ എൻ്റെ പെണ്ണാ. ഡെന്നി, വാട്ട് യു മീൻ? നിഷാനി എൻ്റെ മാത്ര. ഐ ലവ് ഹർ. സത്യാണോ? ആർ യു ഫാളിങ് ഇൻ ലവ്? ആനിക്കൊച്ചിൻ്റെ ഡെന്നിച്ചനാ ഞാൻ. എന്താടാ ഇതാദ്യമേ പറയാതിരുന്നത്? ആ കുട്ടിയെ ഒന്ന് കാണാൻ തോന്നുക. ഞാനൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം. വേണ്ട. അതെന്താ? ആൾ എന്നോട് പിണങ്ങിയിരിക്കുക. അത് സോൾവ് ആകട്ടെ. അതിനുശേഷം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം. എന്തിനാ പിണങ്ങിയത്? ആ കൊച്ചിന് വേണ്ടിയാ നീ മാറിയത് അല്ലേ? അവൾക്ക് വേണ്ടി മാത്രം ഒരു മാറ്റം വേണം എന്ന് തോന്നി. ആരും ആശ്രയത്തിനില്ലാത്ത പാവം അനാഥ കൊച്ചി, കുഞ്ഞു മാലാഖ, എൻ്റെ ആനി. അത്രയ്ക്ക് സുന്ദരിയാണോ? ഫോട്ടോ ഉണ്ടോടാ കയ്യിൽ? കയ്യിലില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിലുണ്ട്. അരുണ വായും പൊളിച്ചു നിന്നു. അയ്യേ, ഡെന്നി ഡോക്ടർ പങ്കളിയാവുകയാണല്ലോ. എന്തേ, ഡോക്ടർക്ക് 2 കൊമ്പുണ്ടോ? ഇല്ല, എന്നാലും ഈ വട്ടൻ്റെ വലയിൽ വീണ കൊച്ചിൻ്റെ അവസ്ഥ പാവം തന്നെ. നാളെ എന്തായാലും പരിചയപ്പെടണം. രാത്രി കാണാം. ഒരുപാട് നേരം അവൾക്ക് മറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഡെന്നിച്ചനെ തേടി ആനി വരും. എന്നാ ശരി, ഞാൻ പുറത്തേക്ക് പോവാം. നിന്റെ കാറിൻ്റെ കീ തന്നെ. സോറി അരുണ, ആ സമയത്ത് എന്തോ സഹിക്കാൻ പറ്റിയില്ല. സോറി. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ് മാൻ. നീ ഓഫീസിലേക്കാണോ? കുറച്ച് ലേറ്റാവും. ഇവിടെ പ്രശ്നമാവില്ലല്ലോ? ഏയ് ഇല്ല. ഓക്കെ, അപ്പോൾ നൈറ്റ് കാണാം. സൂസൻ, നാൻസി, ജാസ്മിൻ, 3 പേർ. ബാക്കിയുള്ളവരെ കൂടി കാണണം. വണ്ടി ഗേറ്റ് കടക്കും മുന്നേ ഓപ്പോസിറ്റായി വരുന്ന ബുള്ളറ്റ്. അപ്പോൾ ഞാൻ ലാൻഡ് ചെയ്തത് കറക്റ്റ് സ്ഥലത്തായിരുന്നു. എഡിൻ, ലിസ്റ്റിൽ എണ്ണം ഇനിയും കൂടും. ഇത് ഡെന്നിയുടെ കാറല്ലേ? പക്ഷേ ഡ്രൈവ് ചെയ്തത് ഒരു പെണ്ണാണ്. ആരാവും? അവൻ്റെ ഫ്രണ്ട് വന്ന് കാണും. എൻ്റെ കൈക്ക് പണിയാകും. ഓ, വയ്യായേ. നടുവിന് കൈതാങ്ങി ശരീരം സ്ട്രെച്ച് ചെയ്തു.